നമസ്കാരം. CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുതിർന്ന നേതാക്കൾ അവർക്ക് വെറും കറിവേപ്പിലയാണ്. അണികളാകട്ടെ അവർക്ക് തല്ലാനും കൊല്ലാനും മുദ്രാവാക്യം വിളിക്കാനും നേതാക്കൾക്ക് വേണ്ടി തല്ലുകൊള്ളാനും രക്തസാക്ഷികളാകാനും വേണ്ടിയുള്ള വെറും ഉപകരണങ്ങൾ മാത്രമാണ്. മുതിർന്ന നേതാക്കൾ കറിവേപ്പിലയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും അടുത്ത ഉദാഹരണങ്ങളാണ് VS അച്യുതാനന്ദനും കോടിയേരി ബാലകൃഷ്ണനും. കോടിയേരി ബാലകൃഷ്ണൻ രോഗബാധിതനായിരുന്നു. അതിനുശേഷം അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷം തൻ്റെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് പൊതുദർശനത്തിന് വയ്ക്കണമെന്നുള്ളതായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ 1-ാം ചരമവാർഷിക ദിനത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മാധ്യമങ്ങളോട് പറയുന്നത്. അതിൻ്റെ ഫലം അവർ അനുഭവിക്കുകയും ചെയ്തു. കോടിയേരിയുടെ ഭാര്യ വിനോദിനിയുടെ സഹോദരൻ വിനയ് കുമാറിനെ ട്രിവാൻഡ്രം ക്ലബ്ബിൽ വെച്ച് ചീട്ട് കളിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തു. ഇത് വലിയ രീതിയിലുള്ള മാധ്യമ വാർത്തയാക്കി. പക്ഷേ അതിനുശേഷം കോടിയേരി കുടുംബം നിശബ്ദരായിരുന്നു. അവർക്ക് പലതും പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെയോ ചില കാരണങ്ങൾ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഇപ്പോൾ CPM-ന്റെ തകർച്ചയുടെ കാലമാണ്. പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേറ്റ് വരാൻ കഴിയാത്ത വിധം തകർന്നടിഞ്ഞു തരിപ്പണമായി പോയിരിക്കുന്നു. ഇന്നലെ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ഒരു മാസികയ്ക്ക് ഒരു അഭിമുഖം നൽകിയിരുന്നു. ആ അഭിമുഖത്തിൽ അവർ പറയുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ഉന്നത നേതൃത്വം തങ്ങളെ അവഗണിക്കുന്നു എന്നാണ് വിനോദിനിയുടെ പരാതി. ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, തിരിച്ചു വിളിക്കുന്നില്ല, തങ്ങളെ അവഗണിക്കുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഈ പറയുന്നത് ഗോവിന്ദനെ ലക്ഷ്യമാക്കി തന്നെയാണ്. പിണറായി വിജയനാണോ എന്ന് ഈ അവതാരകൻ ഈ ചോദ്യം ചോദിക്കുന്നയാൾ എടുത്തു ചോദിക്കുന്നുണ്ട്. അല്ല എന്ന് വിനോദിനി പറയുന്നുണ്ട്. അപ്പോൾ MV ഗോവിന്ദനാണ് ഇതിലെ കഥാപാത്രമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്ന് മാത്രമല്ല, ബിനീഷ് കോടിയേരിയുടെ അംഗത്വം പുതുക്കുന്നതിനെ വളരെ ശക്തമായി എതിർത്തിരുന്ന ആളാണ് MV ഗോവിന്ദൻ. അതിൻ്റെ കാരണം എന്താണെന്നറിയില്ല. കാരണം കോടിയേരി പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷമാണ് MV ഗോവിന്ദൻ എന്നുള്ള പേര് കേരളം കേൾക്കുന്നത്. അവിടെ തളിപ്പറമ്പിലും കണ്ണൂർ ജില്ലയിലുമൊക്കെ കുറേ അറിയപ്പെട്ടിരുന്ന ഒരു നേതാവാണ് ഡ്രില്ല് മാഷ് കൂടിയായ MV ഗോവിന്ദൻ. പക്ഷേ കേരളം MV ഗോവിന്ദൻ എന്നുള്ളൊരു അവതാരം പിറവിയെടുത്തിട്ടുണ്ട് എന്നറിയുന്നത് കോടിയേരി ബാലകൃഷ്ണൻ അസുഖബാധിതനായി അദ്ദേഹം ചികിത്സക്കായി പോയപ്പോഴാണ്. കോടിയേരി മരണപ്പെട്ടതോടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് MV ഗോവിന്ദൻ എത്തി. അതോടുകൂടി പാർട്ടിയുടെ തകർച്ചയും തുടങ്ങി. ഈ ബിനീഷ് കോടിയേരിയുടെ അംഗത്വം പുതുക്കുന്നതിനെ ഏറ്റവും ശക്തമായി എതിർത്തത് MV ഗോവിന്ദനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് എതിർത്തത് എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്ന ചോദ്യം. പിണറായി വിജയൻ പറഞ്ഞിട്ട് പോലും അദ്ദേഹം ആദ്യമൊന്നും തയ്യാറായില്ല. ഇപ്പോൾ പിണറായി വിജയൻ്റെ വീട് റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ തടയുന്നതുമായി ബന്ധപ്പെട്ട് ബിനീഷ് കോടിയേരി അവിടെ വന്നതിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിലാണ് പിണറായി വിജയൻ്റെ നിർദ്ദേശാനുസരണം MV ഗോവിന്ദൻ ബിനീഷ് കോടിയേരിയുടെ പാർട്ടി അംഗത്വം പുതുക്കി നൽകിയത്. അപ്പോൾ MV ഗോവിന്ദൻ എന്താണ് ഇതിലുള്ള ഒരു ലക്ഷ്യം? ഈ കോടിയേരി കുടുംബത്തെ അകറ്റി നിർത്തുന്നതിലൂടെ എന്താണ് അയാൾ ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ്. അന്ന് വിനോദിനി പറഞ്ഞിരുന്നു, കോടിയേരി ബാലകൃഷ്ണൻ്റെ 1-ാം ചരമവാർഷികത്തിൽ വിനോദിനി പറഞ്ഞിരുന്നത് MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കളോട് കോടിയേരി ബാലകൃഷ്ണൻ്റെ അന്ത്യാഭിലാഷം അറിയിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അവരൊന്നും വലിയ കാര്യമായി എടുത്തില്ല. അതിനുശേഷമാണ് MV ഗോവിന്ദൻ ചില വിശദീകരണങ്ങളുമായിട്ടൊക്കെ വന്നത്. അന്ന് കോടിയേരിയുടെ മരണശേഷം തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കോടിയേരിയുടെ അന്ത്യാഭിലാഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് വയ്ക്കേണ്ടതാണ്, അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, കോടിയേരിയുടെ ഭൗതിക ശരീരം ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ നിന്ന് വേഗത്തിൽ ധൃതി പിടിച്ച് കണ്ണൂരിലേക്ക് കൊണ്ടുവരികയും അവിടെ പൊതുദർശനത്തിന് വയ്ക്കുകയും പിന്നീട് പയ്യാമ്പലത്ത് സംസ്കരിക്കുകയും ചെയ്തു. ഇങ്ങനെ സംസ്കരിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷം തന്നെ പിണറായി വിജയനും സംഘവുമൊക്കെ വിദേശത്തേക്ക് ടൂർ പോയൊരു സംഭവമുണ്ട്. ഇതൊക്കെ അണികൾക്കിടയിൽ വലിയ വിമർശനത്തിനും കുറ്റപ്പെടുത്തലുകൾക്കുമൊക്കെ ഇടയാക്കിയതാണ്. പക്ഷേ അതൊക്കെ പ്രതിരോധിക്കാനായി അന്ന് MV ഗോവിന്ദൻ വന്നത്. അയാൾ പറഞ്ഞത് ഈ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്രയധികം മരുന്നും ചികിത്സയും ഒക്കെ ആയി കഴിഞ്ഞ ഒരു മനുഷ്യൻ്റെ ഭൗതിക ശരീരം ഇത്രയേറെ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പൊതുദർശനത്തിന് വയ്ക്കാനും കൂടുതൽ സമയം സംസ്കരിക്കാതെ വെച്ചിരിക്കാനും ഒന്നും സാധ്യമല്ല എന്ന് ഡോക്ടർമാർ നൽകിയ ഉപദേശം കൊണ്ടാണ് ഇത് അവിടെ അടക്കം ചെയ്തത്, തിരുവനന്തപുരത്ത് പൊതുദർശനത്തിന് വയ്ക്കാത്തത് എന്നൊക്കെയാണ് അന്ന് ഈ ഗോവിന്ദൻ പറഞ്ഞ വരട്ടു ന്യായം. എന്തായാലും കോടിയേരിയുടെ പത്നി തന്നെ ഇത്തരത്തിൽ ഒരു ആരോപണവുമായി വരുമ്പോൾ അതിൽ ഈ ഗോവിന്ദനുള്ള പങ്ക് എന്താണ്? ഗോവിന്ദൻ എന്തുകൊണ്ടാണ് കോടിയേരി കുടുംബത്തെ അകറ്റി നിർത്തുന്നത് എന്നുള്ളതൊരു ചോദ്യമായി ഉയരുന്നുണ്ട്. ഇനി ഇത് മാത്രമല്ല, തൻ്റെ ഭാര്യ PK ശ്യാമളയെ തളിപ്പറമ്പിൽ മത്സരിപ്പിക്കണമെന്നായിരുന്നു ഗോവിന്ദൻ്റെ തീരുമാനം. ആ തീരുമാനത്തെ പാർട്ടിയിലുള്ള പലരും എതിർത്തു. പക്ഷേ ഗോവിന്ദൻ വളരെ ശക്തമായി തൻ്റെ ഭാര്യയെ തന്നെ മത്സരിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയി. അതിൻ്റെ ഫലമായാണ് TK ഗോവിന്ദന് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി വിമതനായി മത്സരിച്ച് അവിടെ ജയിക്കേണ്ടി വന്നത്. ഇതൊക്കെ പ്രാദേശികമായി ഈ PK ശ്യാമളയെയും MV ഗോവിന്ദനെയും വളരെ വലിയ രീതിയിലുള്ള എതിർപ്പിന് കാരണമായിട്ടുണ്ട്. ഇവർക്കെതിരെയൊക്കെ വലിയ എതിർപ്പാണ് ഉയരുന്നത്. തെരഞ്ഞെടുപ്പ്
കഴിഞ്ഞതിന് ശേഷം ടി കെ ഗോവിന്ദൻ കോടിയേരിയുടെ വീട് സന്ദർശിച്ചിരുന്നു. അന്ന് അതൊക്കെ വലിയ മാധ്യമ വാർത്തയായിരുന്നു. ഇതൊക്കെ എം വി ഗോവിന്ദനെയൊക്കെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പാർട്ടിയുടെ തകർച്ചയ്ക്ക് കാരണം പിണറായി വിജയനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു പങ്ക് എം വി ഗോവിന്ദനുമുണ്ട്. അയാളുടെ വിഡ്ഢിത്തം നിറഞ്ഞ ചില പെരുമാറ്റങ്ങൾ, അയാളുടെ ആർക്കും ദഹിക്കാത്ത, ആർക്കും മനസ്സിലാകാത്ത വിശദീകരണങ്ങൾ, ന്യായങ്ങൾ, കേരളിനെ കുറിച്ച് പോലും പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ്. ഇത്രയധികം വിഡ്ഢിയായ ഒരാളാണോ ഇതുപോലെ ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത് എന്നോർത്ത് അണികൾ പോലും ലജ്ജിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് അയാൾ പറയുന്നത് എന്താണെന്ന് അയാൾക്ക് പോലും അറിയില്ല. അയാൾക്ക് ആകെ അറിയാവുന്നത് വിസിലൂത്തും കബഡി കളിയും മാത്രമാണ്. അങ്ങനെ ഒരു ഡ്രില്ല് മാഷായിട്ടാണ് അയാൾ വന്നത്. ഗോവിന്ദൻ മാഷ് എന്നൊക്കെ ഈ ചിലരൊക്കെ അയാളെ ഗോവിന്ദൻ മാഷ് എന്ന് വിളിക്കുന്നു, ചിലരൊക്കെ ഗോവിന്ദൻ എന്ന് വിളിക്കുന്നു, എം വി ഗോവിന്ദൻ എന്ന് വിളിക്കുന്നു. എന്തായാലും വാ തുറന്നാൽ വിഡ്ഢിത്തം മാത്രം പറയുന്ന ഒരു നേതാവായി ഈ എം വി ഗോവിന്ദൻ അധപതിച്ചിരിക്കുന്നു. ഇപ്പോൾ വിനോദിനിയുടെ ഈ തുറന്നു പറച്ചിൽ അത് വലിയ രീതിയിലുള്ള കോളിളക്കമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം ഒന്നാമത് ഈ എം വി ഗോവിന്ദനെയൊക്കെ ഈ അണികളൊക്കെ സഹിച്ചു മടുത്തിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്നാണ് കണ്ണൂരിലെ പോലും അണികളുടെ ഒരു ആവശ്യം. പക്ഷേ കടിച്ചു തൂങ്ങിക്കിടക്കുകയാണ് വിജയനും ഗോവിന്ദനും ഒക്കെ. എന്തായാലും ഈ കോടിയേരി കുടുംബം കൂടുതൽ കാര്യങ്ങളൊക്കെ പറയാൻ തയ്യാറായാൽ അത് പാർട്ടിയെയും ഗോവിന്ദനെയും പിണറായി വിജയനെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും. എന്തായാലും അണികൾക്കും നേതാക്കൾക്കുമൊക്കെ ഒരു പാഠമാണ്. അന്ധമായി ഇത്തരത്തിൽ പാർട്ടിയോടൊപ്പം നിൽക്കുകയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും ഇതുപോലെയുള്ള വിജയനെയും ഗോവിന്ദനെയും പോലെയുള്ള നേതാക്കളെ കണ്ണുമടച്ച് ന്യായീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെയും ഗതി ഇതുതന്നെയാണ്.